Let alpha beta be real numbers such that limit extends to 0 1 by x cube alpha by 2 integral 0 to x 1 by 1 minus t square dt plus beta x cos x is equal to the value of alpha plus beta. Routine question. ലിമിറ്റിൽ വളരെ കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓഫ് കോഴ്സ് ഇന്റഗ്രേഷനും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കുത്തി കയറ്റാം. ലോപ്പിത്ത് റൂൾ യൂസ് ചെയ്യാം, ന്യൂട്ടൺ ലെബനിറ്റ്സ് റൂൾ യൂസ് ചെയ്തിട്ട് അതൊക്കെ മാറ്റാം. ഓക്കെ, പക്ഷെ ഇത് വളരെ കോമൺ റൂട്ടീൻ പ്രോബ്ലം കേട്ടോ, റൂട്ടീൻ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. അപ്പം നമ്മുടെ അടുത്ത് തന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ന്യൂമറേറ്റർ നമ്മൾ ചെക്ക് ചെയ്യാം. ന്യൂമറേറ്റർ എക്സിന് 0 കൊടുക്കുമ്പോൾ ഈ ടേം 0 to 0 0 ആയിപ്പോയി, ഇതെന്തായി പോയി 0 ആയി, ഡിനോമിനേറ്റർ 0 ആണ്, 0/0 ആണ്. നേരെ ലോപ്പിത്തൽസ് റൂൾ യൂസ് ചെയ്യുക. അപ്പോൾ ലോപ്പിത്തൽസ് റൂൾ യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 ആൽഫ ബൈ 2, പിന്നെ അത് ആ ഇൻ്റഗ്രൽ എന്തായി, ആ ഇൻ്റഗ്രൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1/1 മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, അതാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് അല്ലെങ്കിൽ ന്യൂട്ടൺ ലെബനിറ്റ്സ് റൂളിന്റെ സ്പെഷ്യൽ കേസ്. പിന്നെ അടുത്ത എന്താ വരാൻ പോകുന്നത് വെച്ചാൽ അതിന്റെ ഡെറിവേറ്റീവ് എന്താ വരാൻ പോകുന്നത് വെച്ചാൽ ബീറ്റ എക്സ് മൈനസ് സൈൻ എക്സ് പ്ലസ് അടുത്ത ടേം ബീറ്റ കോസ് എക്സ് പിന്നെ ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് വരും 3x² എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അഗെയിൻ നമുക്കിനി ചെയ്യാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ എക്സിന് 0 കൊടുത്ത് നോക്കുമ്പോൾ ഈ ടേം നോക്കാം. ഈ ടേം ആൽഫ ബൈ 2 ആയി, ഈ ടേം എന്തായി പോയി 0 ആയിപ്പോയി, ഈ ടേം എന്തായി പോയി ബീറ്റ ആയി. ഡിനോമിനേറ്റർ എന്താണ് 0 ആണ്. അപ്പൊ ന്യൂമറേറ്റർ എന്തായാലും എന്താവണം 0 വരാം, എന്നാലാണ് ഫൈനൈറ്റ് ലിമിറ്റ് കിട്ടുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടാവുന്ന ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞു തരാം. എന്താ കണ്ടീഷൻ? എക്സിന് നമ്മൾ നേരെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ നേരെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ 0 ആയതുകൊണ്ട് ന്യൂമറേറ്ററും എന്താവണം 0 കിട്ടണം. കാരണം അപ്പുറത്ത് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഫൈനൈറ്റ് ലിമിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കിട്ടാവുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ആൽഫ ബൈ 2 പ്ലസ് ബീറ്റ is equal to 0 എന്നുള്ള കണ്ടീഷൻ കിട്ടി. യെസ്, ആൽഫ ബൈ 2 പ്ലസ് ബീറ്റ is equal to 0 എന്നുള്ള കണ്ടീഷൻ കിട്ടി. അപ്പോൾ ബേസിക്കലി ആൽഫ ബൈ 2 ഉള്ളിടത്തൊക്കെ മൈനസ് ബീറ്റ കൊടുക്കാം. ഓക്കെ റൈറ്റ്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇങ്ങനെ മാറി, ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 ആൻഡ് ആൽഫ ബൈ 2 ഉള്ളിടത്ത് നമുക്ക് മൈനസ് ബീറ്റ കൊടുക്കാം. ഞാൻ ഇനി എന്താ ചെയ്യുന്നത്, നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒന്നുകിൽ നിങ്ങൾക്ക് ലോപ്പിത്തോൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് സീരീസ് എക്സ്പാൻഷൻ ആണ്. അപ്പോൾ സീരീസ് എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ x² ഉള്ളൂ. അപ്പോൾ x² വരെയുള്ള ടേമിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇത് 1/1 മൈനസ് x² എന്ന് പറഞ്ഞാൽ എന്താ, 1 മൈനസ് x² ഹോൾ റെസ്റ്റ് -1 ആണ്. അപ്പോൾ എന്തായി 1 + x² ആയി. ഹയർ ഓർഡർ ടേംസ് ഞാൻ എഴുതണില്ല കേട്ടോ, 1 + x² ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത ടേം എന്തായിരിക്കും, ബീറ്റ എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സിൽ ഞാൻ മൈനസ് എക്സ് മാത്രമേ എഴുതുന്നുള്ളൂ, ബാക്കി ടേംസിന് റെലവൻസ് ഇല്ല. ബീറ്റ ഇൻറ്റു ഇവിടെ 1 മൈനസ് x²/2 ആണ്, ഡിവൈഡഡ് ബൈ 3x² എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ചെയ്തത് ആൽഫ ബൈ 2 നേരെ മൈനസ് ബീറ്റ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ട്, അതിലൊന്നും പ്രശ്നമില്ല. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് ആൽഫ ബൈ 2 കൊടുത്തു മൈനസ് ബീറ്റ, 1/1 മൈനസ് x² 1 + x² സീരീസ് എക്സ്പാൻഷൻ യൂസ് ചെയ്തു, മൈനസ് സൈൻ എക്സിന് മൈനസ് എക്സ് കൊടുത്തു, കോസ് എക്സിന് 1 മൈനസ് x²/2 കൊടുത്തു. കാരണം ഇത്തരം ടേംസ് എഴുതണമെന്ന് വെച്ചാൽ നമ്മൾ കെയർഫുള്ളി ഡിനോമിനേറ്റർ നോക്കിയിട്ട് എവിടം വരെ വേണമെന്ന്, കാരണം ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ആണല്ലോ. പിന്നെ ഹയർ ഓർഡർ ടേംസിനൊന്നും പ്രസക്തി ഇല്ല അവിടെ, അതൊക്കെ എന്തായി പോയിണ്ടാവും 0 ആയി പോയിണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, x² ടേം ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും, കോൺസ്റ്റന്റ് ടേം ഉണ്ടാവും. അത് നമുക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. ആൻഡ് ഓഫ് കോഴ്സ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും ഈ കോൺസ്റ്റന്റ് ടേം എന്തായാലും ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. മൈനസ് ബീറ്റയും പ്ലസ് ബീറ്റയും ഉണ്ട്, അതെന്തായിട്ടുണ്ട് ക്യാൻസൽ ആയി പോയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് നേരെ x² ടേം മാത്രം എഴുതാം. സോ ദിസ് ബിക്കംസ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0. അപ്പോൾ x² ടേം വരുമ്പോൾ x² ഇൻറ്റു ഇവിടെ മൈനസ് ബീറ്റ ഉണ്ട്, പിന്നെ മൈനസ് ബീറ്റ ഉണ്ട്, പിന്നെ അടുത്ത ടേമിൽ മൈനസ് ബീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ 3x² ആണ് എന്ത് കിട്ടിയിരിക്കുന്നത്, 2 എന്ന് കിട്ടുന്നത്. കണ്ടോ, വളരെ എളുപ്പത്തിൽ ഉത്തരം കിട്ടി. കാരണം ഇവിടെ മൈനസ് ബീറ്റ മൈനസ് 5/6 എന്ന് കിട്ടും അല്ലേ. അപ്പം -5/6 ബീറ്റ is equal to 2 എന്ന് കിട്ടും. സോ യുവർ ബീറ്റ വാല്യൂ is equal to -12/5 എന്ന് കിട്ടും. ആൻഡ് ആൽഫ വാല്യൂ എന്ന് പറഞ്ഞ സാധനം നമുക്കറിയാം -2 ബീറ്റയാണ്, അപ്പോൾ അത് 24/5 എന്ന് കിട്ടും. ആൻഡ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൽഫ പ്ലസ് ബീറ്റ കണ്ടുപിടിക്കാനാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് 12/5 ആണ്, അഥവാ 2.4 ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ, ഭയങ്കര റൂട്ടീൻ പ്രോബ്ലം. ഓക്കെ.